ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സൺഡേ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് നേഹയുടെ വീട്ടിൽ പോവുകയാണ്. അവളുടെ അമ്മയുടെ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ഇന്ന് ഒരു ദിവസം പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇന്ന് അവളുടെ വീട്ടിൽ പോവുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസം. അവളുടെ വീടും പരിസരമൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല ചിരിച്ച് ഞങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയതൊക്കെ. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി ചെന്നപ്പോൾ തന്നെ അവളുടെ നായക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ സീനായിരുന്നു. ആ പട്ടിയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ചെന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞങ്ങൾ കുറേ നേരം കുറച്ചോര് ചെന്നിട്ട് ഞങ്ങൾ പതുക്കെ കയറിയത്. പിന്നെ അവളുടെ അച്ഛനെ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും നേഹയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളവിടെ ചെന്നതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ ഫോട്ടോസ് ഞങ്ങളുടെ ഫ്രെയിമിൻ്റെ ഇതിൽ ചെയ്ത് ഫോട്ടോസൊക്കെ ആയിട്ടത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി കുറേ നേരം അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ അവളുടെ അമ്മയ്ക്ക് അവിടെ നിന്ന് കിട്ടിയ അതിൻ്റെ ഫ്രെയിമിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് വെള്ളം ജ്യൂസ് തന്നു. പിന്നെ ഞങ്ങൾ അട കഴിച്ചു. പിന്നെ ഞങ്ങൾ വീടിൻ്റെ പൊക്കത്തേറ്റം കയറിയപ്പോൾ നല്ല രസമാണ് വ്യൂ ഒക്കെ കാണാൻ. അപ്പം ഞാനുണ്ടായിരുന്നു, ഗുരു എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഗുരുവിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളിത് അവളുടെ ബാൽക്കണിയിൽ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഇത് നേഹയുടെ കളിക്കുന്ന സാധനങ്ങൾ, എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തെ സാധനം എന്നാണ് പറഞ്ഞത്. ആ സാധനങ്ങൾ മൊത്തവും വെച്ച് പിന്നെ ഒരു കളിയായിരുന്നു ഇവിടെ. കളി മീൻസ് ഞങ്ങൾ അത് എല്ലായിടത്തും ഇങ്ങനെ അൺബോക്സ് ചെയ്യുമായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ കുറേ നേരം അതുമായിട്ട് എൻജോയ് ചെയ്ത് കുറേ സാധനം ഉണ്ടായിരുന്നു, മീൻ അങ്ങനത്തെ ഇത്. പിന്നെ ഞങ്ങൾ അട കഴിച്ചു. അട എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കഴിച്ചില്ല, ചൂടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടയൊക്കെ. അപ്പം അപർണയാണ് അത് അൺബോക്സ് ചെയ്ത് അട കഴിക്കുന്നത് കാണിച്ചു തന്നത്. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേഹയുടെ വേറൊരു വീട്ടിൽ പോയി. അവിടുത്തെ ഫുൾ വ്ലോഗ് ഗുരുവിൻ്റെയാണ്. ഗൈസ്, നമ്മൾ നേഹയുടെ കുഞ്ഞായിട്ടുള്ള വീട്ടിൽ വന്നിട്ട് ഇതാണ് ആ വീട്. അവൾ 10ാം ക്ലാസ് വരെ ഇവിടെയായിരുന്നു. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല തണലൊക്കെ ഉണ്ട്. ഫുള്ള് റബ്ബറാണ്. ഇതെല്ലാവരുടെയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇതും നല്ല വീടാണ്, വലുതായിട്ട് ഇതായിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിടക്കണത്. പക്ഷെ ഇവിടെ ആരും താമസിക്കുന്നില്ല, അവിടെ താമസിക്കുന്നു. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി ഗൈസ്. ഗുരു ആയിരുന്നു ഫുള്ള് ഞങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അകത്ത് കയറിയ സമയത്ത് ഒട്ടും വെട്ടയില്ലായിരുന്നു കേട്ടോ. അതാണ് ആദ്യത്തെ ഫുൾ ഭാഗം ഫുൾ ഇരുട്ട്. നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട്, അതേപോലെ നല്ല റൂംസ് ഉണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഇട്ടു, പക്ഷെ എന്നാലും ആദ്യം വെട്ടമൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്ക് വെട്ടമൊക്കെ കിട്ടിയത്. പിന്നെ അത്യാവശ്യം നല്ല റൂമൊക്കെ ഉണ്ട്, അടിപൊളി റൂമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെട്ടം ശരിക്കും പറഞ്ഞാൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാകും. പിന്നെ അടിപൊളിയായിരുന്നു. ആ വീടാണെങ്കിൽ നല്ല സൗകര്യമൊക്കെയുള്ള വീടാട്ടോ. ഞങ്ങളപ്പോൾ അതിൻ്റെ ഫുൾ ഒരു നേഹയുടെ പണ്ടത്തെ വീടിൻ്റെ ഒരു വ്ളോഗ് തന്നെ ഞങ്ങളവിടെ നടത്തി ഗൈസ്. പിന്നെ ഈ പഴയ ഫാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാനും ഗുരുവും കൂടെ കുറച്ച് നേരം മിറർ വീഡിയോസൊക്കെ ഞങ്ങളിങ്ങനെ ചില്ലറയായിട്ടൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കണ്ടോ. നല്ല വെട്ടം വന്നപ്പോഴത്തേനും നല്ല ഇതായി കണ്ടേ. റൂമൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഒരു വേണമെങ്കിൽ ഒരു വാടകയ്ക്കൊക്കെ കൊടുത്താൽ സെറ്റായിട്ടുള്ള വീടാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു വീടിൻ്റെ വ്ളോഗൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുൾ നടന്ന് കണ്ടു. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്യാനുള്ള സ്പേസാണിത്. അത്യാവശ്യം എല്ലാവർക്കൊക്കെ ഇരിക്കാനുള്ള അത്യാവശ്യം വാഷ് ബേസിനും പിന്നെ ഫ്രിഡ്ജും ഒക്കെ വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഓൾറെഡി അവിടെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് മൊത്തത്തിൽ. പിന്നെ ഞങ്ങളിത് ഇങ്ങനെ വന്നപ്പോഴാണ് പഴയ മോഡൽ സ്റ്റൈല് ഈ തട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അടുക്കള അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള അടുക്കളയൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഞങ്ങൾ എല്ലാം മൊത്തത്തിലൊരു ചെറിയൊരു മിനി വ്ളോഗ് നടത്തി നേഹയുടെ പഴയ വീട്ടിൽ. അങ്ങനെ ഞങ്ങളത് ഇത് തുറന്നിറങ്ങുമ്പോഴത്തേനും നല്ല വ്യൂ ആട്ടോ. അത്യാവശ്യം നല്ല ഈ വ്യൂവും അടിപൊളിയാണ്. ഇതും അത്യാവശ്യം ഫുള്ളിങ്ങനെ കാട് പോലത്തെയുള്ള ഒരു ഇതാണ്. നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ നല്ല നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഒരു കാടിൻ്റെ ഒക്കെ ലുക്ക് പോലെയൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളുടെ റൂം ഞാൻ പറഞ്ഞില്ലേ, വേറെ എക്സ്ട്രാ കുറേ റൂമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പണ്ടത്തെ TV ഒക്കെ കണ്ടു ഗൈസ്. ഞങ്ങൾ കണ്ടു പഴയ TV അങ്ങനത്തെ ഇതൊക്കെ കണ്ടു. പിന്നെ ഇതാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. മൊത്തം വ്യൂ ഇതാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് പറയുന്നത്. നല്ല അടിപൊളി വീടാണ്. നിറയെ കുരുമുളകുണ്ട്, അതേപോലെ ഈ കുഞ്ഞു മഞ്ഞൾ, അതേപോലത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റബ്ബർ ഷീറ്റിൻ്റെയൊക്കെ സ്പേസാണ്. അത് അവിടെ ഫുൾ റബ്ബറാണ്.
അപ്പം ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഇതൊന്നും നമ്മുടെ അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് കിടന്നു ഗൈസ്. നേഹയുടെ അമ്മ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് പൊക്കത്തേക്കുള്ള സ്ഥലം ഫുൾ ഞങ്ങൾക്ക് വേണ്ടി തന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കിടന്നു, ഫോൺ നോക്കി, അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. നേഹയുടെ വീട്ടിൽ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ, നല്ല രസമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. സാലഡും അച്ചാറും പൈനാപ്പിളും ചിക്കനും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ നേഹയുടെ അമ്മ നമുക്ക് നല്ല വയറ് നിറച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. സത്യം പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് ഹോംലി ഫീൽ കിട്ടി സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ചായ, ചക്ക വറുത്തത്, അതേപോലെ നമ്മുടെ മറ്റേ അലുവ, എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ ഗുരു ഈ പ്രാവശ്യം നമ്മളെ എല്ലാം തെറ്റിച്ചു. സാധാരണ ഗുരു ഒന്നും കഴിക്കാത്ത ആളാണ്, പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഗുരു എല്ലാം കഴിച്ചു. ഗുരു വന്ന് കിടന്നുറങ്ങി, അങ്ങനെ ഉറങ്ങാത്തൊക്കെ ആളാണ് എവിടെയും പോയാലും. പക്ഷേ ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. കാരണം ഞങ്ങളുടെ വീട് പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് നേഹയുടെ വീടും. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ നേഹയുടെ നമുക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. കാരണം ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് ചെല്ലാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. നേഹയുടെ അമ്മ അപ്പം തന്നെ അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ കൊടുത്തതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളൊരു ഡേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. നേഹയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ചെന്നത്. ഞങ്ങൾ കുറേ നാളെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ചെന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. കുറച്ച് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു, 4:30 കഴിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങൾ ഈ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പരുന്തുംപാറയിൽ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ബസ്സിലിരുന്നപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ടു. അടുത്ത് പോയി കണ്ടില്ലെങ്കിൽ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നന്നായിട്ട് ഈ വ്യൂ കിട്ടും കേട്ടോ. അവിടെ എല്ലാവർക്കും നന്നായിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ബൈ പറഞ്ഞ് ഞങ്ങൾ നിർത്തുവാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.